ഞാൻ അതിലേക്ക് വരാം. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു ശബരിമലയെ സംബന്ധിച്ച് CPM എന്തോ തെറ്റുപറ്റി സമ്മതിച്ചു എന്നൊക്കെ. ഞാൻ അറിഞ്ഞിട്ടില്ല. അതൊക്കെ ഊഹാപോഹങ്ങളാണ്. അദ്ദേഹം അത് ശരിക്കും വിശ്വസിച്ച് പറയുന്നതാണെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. പിന്നെ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചു എന്നൊന്നും പറയരുത്. ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയിൽ ആരെങ്കിലും പറയട്ടെ. പക്ഷേ ഉത്തരവാദിത്വമുള്ള മുതിർന്ന നേതാക്കന്മാർ അങ്ങനെ പറയാമോ? കേരളത്തിലെ അറിയപ്പെടുന്ന പ്രശസ്തമായ ഒരു ആരാധനാലയം തകർക്കാൻ ആരാണ് ശ്രമിക്കുക? നിങ്ങൾ ശബരിമലയുടെ തന്നെ ചരിത്രം നോക്കൂ. ശബരിമല ഇന്ന് കാണും വിധം ദേശീയ പ്രശസ്തമായ ഒരു ആരാധനാലയമായി മാറിയതെന്നാണ്. നമ്മൾ ആ ചരിത്രമൊന്നും മറക്കരുത്. 1967 ശബരിമല ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക്, ശാന്തിക്കാർക്കും ഒക്കെ ശമ്പളം മുടങ്ങിയ കാലം ഉണ്ടായിരുന്നു. ദേവസ്വം ജീവനക്കാർക്കൊക്കെ ശമ്പളം മുടങ്ങിപ്പോയ കാലം, അങ്ങനെ ഒരു കാലമുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. 67 നിലവിൽ വന്ന സഖാവ് PK ചന്ദ്രാനന്ദന്റെ നേതൃത്വത്തിലുള്ള ബോർഡാണ് ശബരിമലയെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകമായ ഒരു ക്യാമ്പയിൻ നേതൃത്വം കൊടുത്തു. അതാണ് അയ്യപ്പ ജ്യോതി പ്രയാണം. അയ്യപ്പ ജ്യോതി പ്രയാണം, നിങ്ങൾ ആ ചരിത്രം മനസ്സിലാക്കണം. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ആന്ധ്രയിലെയും എല്ലാം ഗ്രാമങ്ങളിലൂടെ അയ്യപ്പ ജ്യോതി ഒരു പ്രയാണം നടത്തി. ആ സംസ്ഥാനങ്ങളിലെ പത്രങ്ങളിൽ ശബരിമലയെക്കുറിച്ച് നിരന്തരം വാർത്തകൾ വന്നു. അവിടുത്തെ ജനങ്ങൾ, വിശ്വാസികൾ, ഭക്തർ ഇതിനെ ആദരപൂർവ്വം സ്വീകരിച്ചു. 1967 മുൻപ് ഏകദേശം 2 ലക്ഷമൊക്കെ ആയിരുന്നു അത്രേ ശബരിമലയിൽ വരുന്ന വിശ്വാസികളുടെ, ഭക്തരുടെ എണ്ണം. മുഖ്യമായും കേരളത്തിൽ നിന്ന് മാത്രമായിരുന്നു. എന്നാൽ 67 ഈ അയ്യപ്പ ജ്യോതി പ്രയാണത്തിലൂടെ കൈവന്ന പ്രചാരണമാണ്, പ്രശസ്തിയാണ് പിന്നീട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ ഭക്തജനങ്ങളെ ആകർഷിച്ചത്. ഇപ്പൊ ചില ദിവസങ്ങളിൽ 1 ലക്ഷത്തിനടുത്ത് വരെ ആളുകൾ വരുന്നു എന്നല്ലേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചു എന്നല്ല, ശബരിമലയെ ഈ കാണുന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്, ശബരിമലയെ ദേശീയ പ്രശസ്തിയുള്ള ദേവാലയമാക്കി മാറ്റിയത് ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡാണ്. സഖാവ് PK ചന്ദ്രാനന്ദന്റെ നേതൃത്വത്തിലാണ്. അയ്യപ്പ ജ്യോതി പ്രയാണത്തിന്റെ ചരിത്രമുണ്ട്. അപ്പൊ നമ്മൾ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ചരിത്രത്തെ തമസ്കരിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ എനിക്ക് വലിയ വിയോജിപ്പുള്ള മറ്റൊരു കാര്യം, ഇവിടെ മുൻ ദേവസ്വം മന്ത്രിയുടെ കാര്യം പറഞ്ഞു. കടകംപള്ളിയിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല അദ്ദേഹം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യം മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിനെതിരെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഒരാരോപണം ഉന്നയിച്ചു. അദ്ദേഹം അത് കോടതിയിൽ ചോദ്യം ചെയ്തു, മാനനഷ്ട കേസ് കൊടുത്തു. മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞാനത് കോടതിയിൽ പറഞ്ഞുകൊള്ളാം എന്നാണ് പറയുന്നത്. അതൊരു നല്ല മറുപടിയാണ്. പക്ഷെ അദ്ദേഹം കോടതിയിൽ പറയുന്നില്ല. ഒരു തുണ്ടു കടലാസ് പോലും കോടതിയിൽ കൊടുത്തിട്ടില്ല കടകംപള്ളിക്കെതിരെ. കോടതി ഇപ്പൊ കേസ് അടുത്ത 5-ാം തീയതിയിലേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. എത്ര അവധി കഴിഞ്ഞു? ഒരു വാക്കുകൊണ്ടുപോലും തെളിവ് കൊടുക്കുന്നില്ല. ഒരു തുണ്ടു കടലാസില്ല, ഒന്നുമില്ല. പുറത്ത് ചോദിക്കുമ്പോൾ പറയാണ് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം എന്ന് പറയാണ്. ഇങ്ങനെയൊക്കെയാണോ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്, പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത് എന്നതാണ്. അന്വേഷണം ശരിയായ പാതയിൽ മുൻപോട്ട് പോകുന്നു. നിയമസഭയിൽ SIT എതിർത്തവർക്ക് പോലും ഇപ്പോൾ അത് സ്വീകാര്യമായി മാറി. ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട്, നിരീക്ഷണമുണ്ട്. അത് അതിൻ്റെതായ വഴിയിൽ പോട്ടെ. ആരൊക്കെയാണോ കുറ്റം ചെയ്തിട്ടുള്ളത് അവരൊക്കെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി നിയമ നടപടികളെ നേരിടട്ടെ. അങ്ങനെയല്ലേ നമ്മളെല്ലാവരും പറയേണ്ടത്? നമുക്കിഷ്ടമില്ല എന്നുള്ളതുകൊണ്ട് ഒരാളെ പിടിച്ചകത്തിടണമെന്ന് പറയാൻ പാടുണ്ടോ? ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെയോ ദൈനംദിന കാര്യങ്ങൾ മുഴുവൻ മന്ത്രി ഇടപെട്ട് നടത്തുന്നതാണോ? ഇതൊന്നും പറയുന്നത് ശരിയായ ഒരു സമീപനമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്കിഷ്ടമില്ലാത്തവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുക എന്നതുപോലും ശരിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല. അതോടൊപ്പം ഒരു കാര്യം കൂടി, അതായത് K. സുരേന്ദ്രൻ അദ്ദേഹം സംസാരിക്കുന്നതിനിടെ പറഞ്ഞൊരു കാര്യം താങ്കളുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. അതായത് ED ഈ കേസിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചപ്പോൾ സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും അതിന് കോടതിയിൽ പോലും എതിരി നിന്നു. അവസാനം കോടതി ഇടപെട്ടാണ് EDയെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് എന്ന രീതിയിലുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. അത് യാഥാർത്ഥ്യമാണ് താനും. അപ്പൊ ഇതിൽ ശരിക്കും EDയുടെ അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ ഭയപ്പെടുന്നുണ്ടോ?